പ്രിയപ്പെട്ടവരെ, കോടന്നൂരിൽ രണ്ടാഴ്ച മുമ്പ് ആരോഗ്യമന്ത്രിയെ കണ്ണൂരിൽ വെച്ച് കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ വിതുൽ ബാലൻ എന്ന് പറയുന്ന KSU നേതാവായിരുന്നു. KSUവിന്റെ 4 നേതാക്കന്മാർ കണ്ണൂരിൽ വെച്ച് ആരോഗ്യമന്ത്രിയെ പ്രതിഷേധമറിയിക്കാൻ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ തോടന്നൂരിലെ വിതുൽ ബാലന്റെ അച്ഛനും അമ്മയും അവർ താമസിക്കുന്ന വീട്ടിൽ അർദ്ധരാത്രി 12:30-1 മണിക്ക് ഭീകരമായ രൂപത്തിൽ ആക്രമണം അഴിച്ചുവിട്ടു. വലിയ ബോംബ് സ്ഫോടനമുണ്ടായി. ദൈവാധീനം കൊണ്ട് മാത്രമാണ് വിതുൽ ബാലന്റെ അച്ഛനും അമ്മയും രക്ഷപ്പെട്ടത്. പിറ്റേ ദിവസം അതൊരു വലിയ വാർത്തയായി. ജനങ്ങളൊക്കെ വന്നു. എല്ലാവരും അതിന്റെ പ്രതിഷേധം. കാരണം മരണം നടക്കുമായിരുന്നു. അത്ര മാരകമായ രൂപത്തിലുള്ള ബോംബാണ് അവിടെ എറിഞ്ഞത്. അപ്പോ അതിന്റെ പ്രതിഷേധമൊക്കെ അവിടെ ഉണ്ടായി. സ്വാഭാവികമായും പോലീസ് കേസെടുത്തു. അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് അന്വേഷിച്ചു. CCTV പരിശോധിച്ചു. വളരെ കൃത്യമായി തെളിവുകൾ ഒരാഴ്ച കൊണ്ട് കിട്ടി. അത് അവിടുത്തെ DYFI നേതാവ് ഒരു അധ്യാപകനാണ് എന്ന് CCTVയിൽ കൃത്യമായി തെളിഞ്ഞു. അതിനുശേഷം അവർ 2 ആഴ്ച റിമാൻഡിൽ പോയി. ഇന്നലെ അവർ ഇവിടെ ഇറങ്ങുകയാണ്. കണ്ണൂരിൽ നിന്ന് ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മൾ കണ്ട കാഴ്ച 100-300ഓളം വരുന്ന CPMന്റെ DYFIയുടെ പ്രവർത്തകന്മാർ ഈ ക്രിമിനലുകളെ ഹാരമിട്ട് സ്വീകരിച്ച് മുദ്രാവാക്യം വിളിച്ച് UDFനെ അടക്കി ആക്ഷേപിക്കുന്ന രൂപത്തിലുള്ള ഒരു ക്രിമിനൽ സ്വഭാവം കാണിക്കുന്ന മുദ്രാവാക്യവുമായാണ് രംഗത്ത് വന്നത്. ചാനലുകളൊക്കെ കാണിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ വിരോധാഭാസം ഈ ബോംബ് സ്ഫോടനം ഉണ്ടായപ്പോൾ പിറ്റേ ദിവസം ഞങ്ങളൊക്കെ വിതുൽ ബാലന്റെ വീട്ടിലുണ്ട്. അപ്പോഴാണ് കുറ്റ്യാടിയുടെ MLA അവിടെ കയറി വരുന്നത്. അദ്ദേഹം ഇതൊക്കെ കണ്ടിട്ട് പത്രക്കാരോട് പറഞ്ഞു, ഇതൊരു കാരണവശാലും അനുവദിച്ചൂടെ, ഇത് തെമ്മാടിത്തമാണ്. പത്രത്തിലൊക്കെ അത് വന്നു, വാർത്ത വന്നു. ഇതിന് ഒരു കാരണവശാലും പാർട്ടി അംഗീകരിക്കില്ല, പ്രതികളെ എത്രയും പെട്ടെന്ന് പിടിക്കണം, ഇതിൽ ഞങ്ങൾക്കാർക്കും ഒരു പങ്കുമില്ല എന്നൊക്കെ പറഞ്ഞു. പ്രതികളെ എത്രയും വേഗം പിടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പ്രതികളെ പിടിച്ചു. പോലീസാണ് പിടിക്കുന്നത് ഒരു ആഴ്ചകൾക്ക് ശേഷം. അത് CPMന്റെ നേതാക്കന്മാരാണ് എന്ന് മനസ്സിലാക്കി. നമ്മൾ ഇന്നലെ കാണുന്നത് അറസ്റ്റ് കഴിഞ്ഞ് റിമാൻഡ് കഴിഞ്ഞ് അവർ പുറത്തിറങ്ങി വരുന്നത് CPMന്റെ നേതാക്കന്മാർ ഹാരമിട്ട് വലിയ പ്രകടനമായി പിന്തുണയായി ഈ ക്രിമിനലുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. അന്ന് പറയുന്നത് എന്താ, ഞങ്ങൾ ഇതിനെതിരാണ് എന്ന് 2 ആഴ്ച മുമ്പ്. ഇന്ന് ഈ ചെയ്ത ആളുകളെ ഹാരമിട്ട് സ്വീകരിക്കുന്ന ഒരു നിലപാട്. ഇതിലെന്താണ് ജനപ്രതിനിധിക്ക് പറയാനുള്ളത്? ഇതിലെന്താണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്? എന്ത് മെസ്സേജാണ് ഇതുവഴി കൊടുക്കുന്നത് ജനങ്ങൾക്ക്? അക്രമ രാഷ്ട്രീയത്തെ തടയാൻ ഒറ്റക്കെട്ടായി കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് നമ്മൾ ഒരുമിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. കുറ്റ്യാടി ശാന്തമായി നല്ല നാടായി സമാധാനത്തോടെ ജീവിക്കുന്ന അന്തരീക്ഷം ഉണ്ടാക്കാൻ നമ്മളൊക്കെ പരിശ്രമിക്കണം. ഒരു വിധത്തിലുള്ള പ്രകോപനത്തിനും നമ്മൾ വിധേയമാകരുത്. പരാജയ ഭീതിയിൽ നിന്നാണ് ഇത്തരം ആക്രമണ സ്വഭാവങ്ങളും ബോംബുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വരുന്നത്. അത് നിങ്ങൾ കരുതിയിരിക്കണം. സമാധാനത്തോടെ പോകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ.